നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 4 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ കണ്ടെയ്നറുകൾ സഹിതം മുങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും അപകടവും കണ്ടെയ്നറുകളുടെ ഉള്ളടക്കവും സംബന്ധിച്ച ദുരൂഹത നീങ്ങുന്നില്ല. കരയ്ക്കടിഞ്ഞതും കപ്പലിൽ ശേഷിക്കുന്നതുമായ കണ്ടെയ്നറുകളിൽ എന്തെല്ലാം രാസവസ്തുക്കളാണ് ഉണ്ടായിരുന്നതെന്ന പൂർണ്ണ വിവരം പുറത്തുവിടാത്തതിന്റെ ആശങ്ക മത്സ്യമേഖലയിലുമുണ്ട്. നടപടിക്രമം സങ്കീർണമായതിനാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനുള്ള ശ്രമം എത്ര കണ്ട് വിജയിക്കുമെന്നതിൽ ഉറപ്പില്ല. തീരദേശ പോലീസിന് കേസെടുക്കാൻ നിയമപ്രകാരം കഴിയുമെന്നിരിക്കെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കേരളത്തിന് സമീപത്തെ കപ്പൽ ചാലിൽ 51 മീറ്റർ ആഴത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ നീക്കം ചെയ്യാൻ മാസങ്ങളെടുക്കുമെന്ന വിവരം ലഭിച്ചു. കുസൈറ്റ് അലുമിനി അസോസിയേഷൻ ദുബായിൽ സംഘടിപ്പിച്ച പരിപാടിയിലെ തന്റെ സാന്നിധ്യത്തിൽ വിശദീകരണവുമായി പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി. ഇന്ത്യക്കാർ തങ്ങളെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നുവെന്ന് അഫ്രീദി വ്യക്തമാക്കി. ഇതോടെ മലയാളി സംഘടനയുടെ വാദം പൊളിഞ്ഞു. ജൂൺ 15 നടത്താനിരുന്ന നീറ്റ് PG പരീക്ഷകൾ മാറ്റിവെച്ചു. ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ക്രമീകരണങ്ങൾ ഒരുക്കാനാണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് പരീക്ഷ മാറ്റിയത്. പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസ് അംഗം ഉദിത് രാജ് മറ്റൊരു മുതിർന്ന പാർട്ടി നേതാവായ ശശി തരൂരിനെ ആക്രമിച്ച ദിവസങ്ങൾക്ക് ശേഷം ദേശസ്നേഹിയാവുക ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം രാജ്യത്തിന്റെ നിലപാട് ലോകത്തെ അറിയിക്കാനുള്ള ഇന്ത്യയുടെ ആഗോള ദൗത്യത്തിന്റെ ഭാഗമായ കോൺഗ്രസ് പാർട്ടി നേതാവും മുൻ വിദേശകാര്യമന്ത്രിയുമായ സൽമാൻ ഖുർഷിദ് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ പ്രശംസിക്കുകയും 370 അനുച്ഛേദം റദ്ദാക്കിയത് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രശ്നം അവസാനിപ്പിച്ചതായും ഇത് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായെന്നും ലോകവേദികളിൽ പറഞ്ഞതോടെ ശശി തരൂരിന് പിന്നാലെ സൽമാൻ ഖുർഷിദും കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനാവുകയാണോ എന്ന ചോദ്യം ഉയരുകയാണ്. DMK MP കനിമൊഴി കരുണാനിധി നയിക്കുന്ന ഒരു സർവകക്ഷി പ്രതിനിധി സംഘം ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ സ്പെയിനിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ ഭാഷയെക്കുറിച്ച് MP കനിമൊഴിയോട് ചോദിച്ചപ്പോൾ മറുപടി ഇന്ത്യയുടെ ദേശീയ ഭാഷ ഐക്യവും വൈവിധ്യവുമാണ്. ഈ പ്രതിനിധി സംഘം ലോകത്തിന് നൽകുന്ന സന്ദേശം അതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതാണ്. ഇതോടെ കനിമൊഴിയുടെ മറുപടി വൻ കയ്യടി നേടുകയാണ്. 2026 സൈന്യത്തിന് കരുത്തേക്കാൻ കൂടുതൽ S-400 ട്രയംഫ് ഇന്ത്യയിലേക്ക് എത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇന്ത്യ ഫലപ്രദമായി തകർത്തത് S-400 പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചായിരുന്നു. ഇസ്രായേലിന്റെ രഹസ്യമായി വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈൽ ഐസ് ബ്രേക്കർ സ്വന്തമാക്കാൻ ഇന്ത്യ. ഐസ് ബ്രേക്കറിന്റെ വാങ്ങലും അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ വ്യോമസേന ചർച്ചകൾ നടത്തുന്നുണ്ട്. ഐസ് ബ്രേക്കർ വ്യോമസേനയുടെ തൊപ്പിയിലെ മറ്റൊരു പൊൻതൂവലായിരിക്കുമെന്നാണ് സൂചന. ഗുജറാത്തിലെ മുദ്ര തുറമുഖം വഴി ഇറാനിയൻ പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് വ്യവസായി ഗൗതം അദാനിയുടെ കമ്പനികൾ US ഉപരോധം ലംഘിച്ചോ എന്ന് US പ്രോസിക്യൂട്ടർമാർ അന്വേഷിക്കുന്നുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ തിങ്കളാഴ്ച റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഉപരോധങ്ങൾ ഒഴിവാക്കി ഇറാനിയൻ LPG ഇറക്കുമതി ചെയ്യുന്നതിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ലെന്ന് കമ്പനി പറഞ്ഞു. അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തെക്കുറിച്ചും തങ്ങൾക്ക് അറിയില്ലെന്നും കമ്പനി ഊന്നി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫാന്റാസ്റ്റിക് നേതാവായി വിശേഷിപ്പിച്ച അമേരിക്കൻ ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ പിതാവ് എറോൾ മസ്ക്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ വിശ്വഗുരു ആകാനുള്ള പടികൾ നിരന്തരം കയറിക്കൊണ്ടിരിക്കുന്നുവെന്നും എറോൾ മസ്ക് പറഞ്ഞു. നിലവിൽ ഇന്ത്യ സന്ദർശനത്തിലാണ് എറോൾ മസ്ക്. സനാതന ധർമ്മത്തെ ലോകസമാധാനത്തിനും ക്ഷേമത്തിനുമുള്ള പാതയായി വിശേഷിപ്പിക്കുകയും ഭഗവാൻ മഹാദേവനാണ് ആത്യന്തിക സംരക്ഷകനെന്നും എറോൾ മസ്ക് പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാക് വിരുദ്ധ പോസ്റ്റ് പങ്കുവച്ചതിന് അറസ്റ്റിലായ നിയമ വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശർമിഷ്ഠ പനോലിയെ പാർപ്പിച്ചിരിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിലെന്ന് പരാതി. ആലിപ്പോരയിലെ വനിതാ കറക്ഷണൽ ഹോമിലാണ് ശർമിഷ്ഠയെ പാർപ്പിച്ചിരിക്കുന്നത്. ശർമിഷ്ഠ പനോലിക്കെതിരെ പരാതി നൽകിയ വസാഹത് ഖാൻ ഖാദ്രിയെ ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിച്ചതിന് ബംഗാളിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കാനൊരുങ്ങി അസം പോലീസ്. വസാഹത് ഖാൻ ഖാദ്രിയെ കസ്റ്റഡിയിലെടുക്കാൻ അസം പോലീസ് ഒരു സംഘത്തെ കൊൽക്കത്തയിലേക്ക് അയക്കും. ഖാനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു. അതിനിടെ വസാഹത് ഖാൻ ഖാദ്രിയെ കാണാനില്ലെന്നും പനോലി അറസ്റ്റിലായതിനു ശേഷം കുടുംബത്തിന് ഭീഷണി ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും പരാതിക്കാരനായ
ഖാന്റെ പിതാവ് അവകാശപ്പെട്ടു. കന്നഡ ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല പ്രസ്താവനകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർത്തുന്നതിനെ തുടർന്ന് തഗ് ലൈഫ് എന്ന സിനിമയുടെ റിലീസ് ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് നടൻ കമൽഹാസൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 33 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷം ജൂൺ 9 അല്ലെങ്കിൽ 10 തീയതികളിൽ ന്യൂഡൽഹിയിൽ വെച്ച് ഓപ്പറേഷൻ സിന്ദൂർ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നു. ചൊവ്വാഴ്ച തിരിച്ചെത്തിയ ടീമുകൾ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടുകളോടുള്ള ആഗോള പ്രതികരണങ്ങളെക്കുറിച്ച് മോദിയെ അറിയിക്കും. 8 ദിവസത്തെ തീവ്രമായ തെരച്ചിലിന് ശേഷം മെയ് 23 മുതൽ കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹണിമൂണിലായിരുന്ന ദമ്പതികളിൽ ഭർത്താവായ രാജാ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഈസ്റ്റ് ഖസി ഹിൽസ് പോലീസ് തിങ്കളാഴ്ച സ്ഥിരീകരിച്ചു. ഡ്രോൺ ഉപയോഗിച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്. റിയാദ് അർലിയാങ്ങിലെ വീസാഡോങ് പാർക്കിംഗ് സ്ഥലത്തിന് താഴെയുള്ള ആഴത്തിലുള്ള മലയിടുക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാജാ രഘുവംശിയുടെ ഭാര്യ സോനം രഘുവംശി എവിടെയാണെന്ന് അജ്ഞാതമായി തുടരുന്നു. പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും ദുഷ്കരമായ പ്രദേശത്ത് അധികൃതർ തിരച്ചിൽ തുടരുകയാണ്. സിക്കിമിലെ സൈനിക ക്യാമ്പിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 3 സൈനികർ മരിച്ചു. 6 പേരെ കാണാതായി. മരിച്ചവർ ഹവൽദാർ ലഖ്വിന്ദർ സിംഗ്, ലാൻസ് നായിക് മുനീഷ് താക്കൂർ, പോർട്ടർ അഭിഷേക് ലഖാണ്ട എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കാണാതായ 6 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ബറേലിയിൽ ട്രെയിൻ പാളം തെറ്റിക്കാനുള്ള ഒരു ഗൂഢാലോചന റെയിൽവേ അധികൃതരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും സമയോചിതമായ ഇടപെടലിലൂടെ പരാജയപ്പെട്ടു. അട്ടിമറിക്കാരായ അക്രമികൾ റെയിൽവേ ട്രാക്കിലെ ഫിഷ് പ്ലേറ്റുകളിൽ കല്ലുകൾ തിരുകുകയും ട്രാക്കിൽ ഇരുമ്പ് കോണുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് എർത്ത് ലൈനിന് കേടുപാടുകൾ സംഭവിച്ചു. ഭോജ്പുര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. 2047ഓടെ ഇന്ത്യ $30 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയായി വളരുമെന്ന് G20 ഷെർപ്പയും മുൻ നീതി ആയോഗ് സിഇഒയുമായ അമിതാഭ് കാന്ത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് യുവജനങ്ങളുടെ സംഖ്യയാണെന്ന് അമിതാഭ് കാന്ത് ചൂണ്ടിക്കാട്ടി. US EV വമ്പനായ ടെസ്ല തങ്ങളുടെ കാറുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ സാധ്യതയില്ലെന്ന് കേന്ദ്ര ഖനവ്യവസായ മന്ത്രി HD കുമാരസ്വാമി. നിലവിൽ രാജ്യത്ത് ഷോറൂമുകൾ തുറക്കുന്നതിൽ മാത്രമാണ് US കമ്പനിക്ക് താൽപ്പര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ആഗോള കാർ നിർമ്മാതാക്കളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ പുതിയ ഇലക്ട്രോണിക് വാഹന EV നിയമം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.